നിശ്ചയമായും പറയേണ്ടി വരും. ഏറ്റവും കൂടുതൽ ലോകകപ്പ് ആവേശം, ഫുട്ബോൾ ആവേശം എവിടെയാണെന്ന് ചോദിച്ചു കേരളത്തിൽ, അത് വടക്കൻ കേരളത്തിലാണെന്ന് പറയേണ്ടി. അവിടെ ഈ പറയുന്നത് പോലെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ആ ജില്ലകളിലൊക്കെ തന്നെ വലിയ ആവേശമാണ്. എന്ന് വെച്ച് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും കുറവെന്നല്ല. ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ വടക്കൻ കേരളത്തിലാണ് കുറച്ചുകൂടി ആരാധകർ കൂടുതലുള്ളത്. അവർ ഈ പറയുന്ന പോലെ ആരോഗ്യകരമായ മത്സരം അവർ തമ്മിലുണ്ട്, ആരാധകർക്കിടയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ഫ്ലോട്ടിംഗ് സ്റ്റേഡിയം ഒക്കെ അവർ ഒരുക്കി ഈ ലോകകപ്പിന്റെ ആവേശത്തിന്റെ ഭാഗമാകുന്നത്. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇനി കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുമുണ്ട് വലിയ ഫാൻ ബേസ്. ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ ഫാൻസിനൊപ്പം ഫ്രാൻസിനും സ്കൂളുകളിൽ ആരാധകർ ഏറെയുണ്ട്. വമ്പൻ പ്രതീക്ഷകളുമായി എത്തിയ പോർച്ചുഗൽ സമനില വഴങ്ങിയതോടെ ആരാധകർക്ക് കടുത്ത നിരാശയായിരുന്നു. മികച്ച കളി സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും ടീമും കാഴ്ചവെച്ചില്ലെന്ന പരിഭവമുണ്ട് ആരാധകർക്ക്. അതൊരു സത്യവുമാണ്. അടുത്ത കളിയിൽ തിരിച്ചു വരാനാകും എന്നാണ് പോർച്ചുഗൽ ഫാൻസിന്റെ പ്രതീക്ഷ. ആവേശകരമായ മത്സരത്തിൽ പോർച്ചുഗലിനും സമനില വഴങ്ങേണ്ടി വന്നിരിക്കുന്നു. കോങ്കോയുമായി 1-1 എന്ന സ്കോറിലാണ് പോർച്ചുഗലും സമനില വഴങ്ങിയിരിക്കുന്നത്. നേരത്തെ ബ്രസീൽ, ഒപ്പം തന്നെ സ്പെയിൻ, ഉറുഗ്വേ അടക്കമുള്ള ടീമുകൾ സമനില വഴങ്ങിയതിന് പിന്നാലെയാണ് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന പോർച്ചുഗലും സമനില വഴങ്ങി. നിരവധി കിട്ടിയോ? പ്രതീക്ഷ പോകുന്നില്ല. എന്താ അവസ്ഥ? എങ്ങനെയുണ്ട് കളി പോർച്ചുഗലിന്റെ? എന്ത് കളിയത്? ടീമൊന്നും ചോദിക്കുവരോടി പ്രതീക്ഷയോടെ വന്നാണോ? ഞാൻ വിചാരിച്ചു പോർച്ചുഗലേക്ക് 3-1 എന്ത് കളിയാണ്. ആദ്യ മിനിറ്റിൽ തന്നെ, ആദ്യ 6-ാം മിനിറ്റിൽ ഒരു ലെവലില് പോർച്ചുഗലിന് ഒരു ലെവലിൽ അടുപ്പിക്കാൻ വിട്ടിട്ടില്ല. അത്ര മാസ്മരിക കളി കളിച്ച കുട്ടികള്, ഒരു രക്ഷയില്ല. ഇങ്ങനെ ഒരു കളിയാണോ? ഒന്നാം തരം കീപ്പറ്, ഒരു രക്ഷയില്ലാത്ത കീപ്പറാ. 2022 മെസ്സിയാണ്, 2026 ക്രിസ്ത്യാനോ. കളി അടുത്ത കളി നമ്മള് കാണിച്ചു എന്താന്നല്ലേ? കിട്ടിയോ? കുഴപ്പമില്ല, അടുത്ത കളി നമ്മള് കാണിച്ചാലോ. ടോ പിടിച്ചില്ലേ ചെക്കന്മാർ പൂട്ടി, കോങ്കോക്കാർ പൂട്ടി. സിയാസവൻ എന്തിനാ 90 മിനിറ്റ് കളിപ്പിച്ചറിയോ? ഇതൊരു കാരണാക്കിയിട്ട് അടുത്ത കളി ഇറക്കാണ്ടിരിക്കാനാ. അതൊക്കെ വെറുതെ പറയാം. മെസ്സി ഫാൻസ് ആരാധന എന്താ പറയാ? അടുത്ത കളി എന്തായാലും തിരിച്ചു വരും. പോർച്ചുഗലില്ല, അതിശക്തരായ കോങ്കോയെ പോർച്ചുഗൽ സമനിലയിൽ തളച്ചിരിക്കുന്നു. തിരിച്ചു വരും. ഇല്ല തിരിച്ചു വരും. നിരാശപ്പെടാൻ ഒരു കഴിച്ചില്ല, അതുകൊണ്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ശക്തമായി തിരിച്ചു വരും. അടുത്ത കളി തിരിച്ചു വരും. 52 വർഷങ്ങൾക്ക് ശേഷം തീർച്ചയായിട്ടും എങ്ങനെയുണ്ട് കളി? കോങ്കോ പ്രതീക്ഷയെക്കാട്ടും അടിപൊളി കളി. രക്ഷയില്ലാത്ത ടീമാണ് ശരിക്കും. ഗോൾ പോസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിപ്പിക്കാൻ ശ്രമിച്ചത് കോങ്കോ ആണ്. അടിപൊളി. റൊണാൾഡോന്റെ ഒരു പഴയ ഫോം അടുത്ത കളിക്ക് ഈ വേൾഡ് കപ്പിൽ ചെറിയ ടീമുകളൊക്കെ ഞെട്ടിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഗോളികള്. എന്താ പോർച്ചുഗലിന്റെ അവസ്ഥ? എന്താ കളി? എങ്ങനെയുണ്ട് കളി? കളിച്ചു, പക്ഷെ എന്തോ ഭാഗ്യമില്ല. ഏത് സിയോസനൊക്കെ പോയി. 41 വയസ്സ്. മെസ്സി മാത്രമേ ഉള്ളൂ. കളി കുഴപ്പമില്ല, അടുത്തതിൽ തിരിച്ചു വരും. ഒരു പ്രശ്നമില്ല. നല്ല കളിയാണ്. എടുത്തു പറയേണ്ടത് കോങ്കോയുടെ പെർഫോമൻസ് ആണ്. ആരും പ്രതീക്ഷിക്കാത്ത കളി കോങ്കോയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാലും തുടക്കത്തിൽ പോർച്ചുഗലിന് കിട്ടിയ ലീഡ് അത് മുതലാക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. ക്രിസ്ത്യാനോ റൊണാൾഡോയും പ്രതീക്ഷിക്കാത്ത ഉയർച്ച ഈ കളിയിൽ ഉണ്ടായില്ല എന്നുകൂടിയാണ് ആരാധകർ പങ്കുവെക്കുന്നത്. എത്ര തോൽവികളിലും പതർച്ചകളിലും ഇടർച്ചകളിലും പതറാതെ ഇടറാതെ തിരിച്ചു വരിക, അതുതന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും പോർച്ചുഗലിന്റെയും ചരിത്രം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് മേജർ കപ്പുകളോ അല്ലെങ്കിൽ വലിയ നേട്ടങ്ങളോ ഒന്നും സ്വന്തമാക്കിയിട്ടുള്ള ടീമല്ല. പോർച്ചുഗലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് 2016 ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കളി മികവിൽ 2016 യൂറോ കപ്പിൽ മുത്തമിട്ടതാണ്. പോർച്ചുഗൽ നേടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുരുക്കം ട്രോഫികളിൽ ഒന്ന്.
2016 പോർച്ചുഗൽ ആദ്യത്തെ കളി ഇത് സമാനമായ രീതിയിൽ പരാജയപ്പെട്ട അല്ലെങ്കിൽ പരാജയത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു സമനില വഴങ്ങി തന്നെയാണ് തുടങ്ങി വന്നത്. ആ കളി എഴുതിത്തള്ളിയ പോർച്ചുഗൽ അവസാനം കപ്പിൽ മുത്തളമിടുകയായിരുന്നു. അപ്പോൾ പോർച്ചുഗൽ ആരാധകരൊന്നും നിരാശപ്പെടേണ്ട. ഏത് പ്രതിസന്ധിയിലും മടങ്ങി വരാൻ പ്രാപ്തിയുള്ള ഒരു നായകൻ നിങ്ങൾക്കുണ്ട്, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ.